മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. നമ്മൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും 5 വാക്കുകൾ ഓർമ്മിക്കുക, പിന്നെ 7 ചോദ്യങ്ങൾ ഓർമ്മിക്കുക. 5 വാക്കുകൾ ചെറിയ കാര്യമായിരിക്കാം, വലിയ കാര്യമായിരിക്കാം. ഭരണത്തിലിരിക്കുന്നവർ മാത്രമല്ല, ഒരു വിദ്യാർത്ഥിയാണെങ്കിലും അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും സഹോദരനാണെങ്കിലും ഒരു റെസിഡൻഷ്യൽ അസോസിയേഷനിലെ സെക്രട്ടറി ആണെങ്കിലും പ്രസിഡന്റ് ആണെങ്കിലും ആരാണെങ്കിലും ആദ്യം ചിന്തിക്കാനുള്ളത് തിങ്കിങ് അബൌട്ട് ദ വർക്ക്. ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിനെ കുറിച്ച് ഒരു 5-10 മിനിറ്റ് ആ കാര്യം ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കുക. അപ്പോ തിങ്കിങ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് സ്റ്റാർട്ടിങ്, ആ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. തേർഡ് സ്റ്റെപ്പ് ഡൂയിങ്. തിങ്കിങ്, സ്റ്റാർട്ടിങ്, ഡൂയിങ്. കഴിയുന്നത്രയും കുറഞ്ഞ സമയം, എനർജി, മെറ്റീരിയൽ ഉപയോഗിച്ച് കംപ്ലീറ്റിംഗ് ദ വർക്ക്. തിങ്കിങ് അബൌട്ട് ദ വർക്ക്, സ്റ്റാർട്ടിംഗ് ദ വർക്ക്, ഡൂയിങ് ദ വർക്ക്, കംപ്ലീറ്റിംഗ് അല്ലെങ്കിൽ എൻഡിങ് ദ വർക്ക്. അടുത്തത് ഇവാലുവേറ്റിംഗ്. ചെയ്ത വർക്കിനെ കുറിച്ചൊന്ന് റീതിങ്ക് തിങ്ക് ചെയ്യുക. ഇപ്പോ സ്റ്റാർട്ടിംഗ്, മിഡിൽ, എൻഡ് എന്നുള്ളതില് തിങ്കിങ് അബൌട്ട് ദ വർക്ക്, ഏത് കാര്യം ചെയ്യാൻ പോവുകയാണെങ്കിലും ഒന്ന് ചിന്തിക്കാം. ഓട്ടോയിൽ യാത്ര ചെയ്യാൻ പോകുമ്പോഴും ഒന്ന് ചിന്തിച്ചതിന് ശേഷം ചെയ്യാം. വണ്ടിയെടുത്ത് പുറത്തേക്ക് പോകുന്നതിന് മുമ്പും ഒന്ന് ചിന്തിക്കാം. ഏത് ചെറുതോ വലുതോ ആയിട്ടുള്ള കാര്യം ചെയ്യുന്നതിന് മുമ്പ് 1 മിനിറ്റെങ്കിലും ചിന്തിക്കാം. അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ പറഞ്ഞൊരു വരി ഞാൻ ഇടയ്ക്ക് കൂട്ടിയാറുണ്ട്. 1 hour thinking will save your 23 hours. 1 മണിക്കൂർ ചിന്തിക്കുകയാണെങ്കിൽ 23 മണിക്കൂർ ഒന്നിലേക്ക് സംരക്ഷിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ കൂടുതൽ നന്നായിട്ട് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. ഇപ്പൊ തിങ്കിങ് ഓഫ് ദ വർക്ക്, സ്റ്റാർട്ടിംഗ് ദ വർക്ക്, ഡൂയിങ് ദ വർക്ക്, എൻഡിങ് ദ വർക്ക്, ഇവാലുവേറ്റിംഗ് ദ വർക്ക്. തിങ്കിങ്, സ്റ്റാർട്ടിംഗ്, ഡൂയിങ്, എൻഡിങ്, ഇവാലുവേറ്റിംഗ്. എന്നിട്ട് എന്താണ് തിങ്ക് ചെയ്യേണ്ടത്? വൈ ഷുഡ് ഐ ഡു ഇറ്റ്? വൈ, വാട്ട്, വെൻ, വെയർ, ഹൂ, ഹും, ഹൗ. 7 ചോദ്യങ്ങൾ, 6 W, 1 H. വൈ ഷുഡ് ഐ ഡു ഇറ്റ്? വെൻ ഷുഡ് ഐ ഡു ഇറ്റ്? വാട്ട് ഷുഡ് ഐ ഡു ഇറ്റ്? ഹു ആം ഐ ടു ഡു ഇറ്റ്? ഫോർ ഹും ഷുഡ് ഐ ഡു ഇറ്റ്? വേർ ഷുഡ് ഐ ഡു ഇറ്റ്? ആൻഡ് ഹൗ ഷുഡ് ഐ ഡു ഇറ്റ്? ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായിരിക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ സഹപ്രവർത്തകരോട്, നിങ്ങൾ ജീവിക്കുന്നതിനിടയ്ക്കാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിനെ കുറിച്ച് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും. നിങ്ങൾ ജീവിക്കുന്നതിനിടയ്ക്കാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിനെ കുറിച്ച് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും. ഞാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും പ്രവർത്തിക്കുന്നതിനും ഇടയ്ക്കാണ് ജീവിക്കുന്നത്. ജീവിക്കാൻ സമയം ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ നല്ല ഹൈടെക് ഉപയോഗിച്ച് സഹപ്രവർത്തകരുടെ എല്ലാം ഫുൾ ഇൻവോൾവ്മെന്റോടുകൂടി ചെയ്യാൻ സാധിക്കണം. അപ്പൊ വൈ ഷുഡ് ഐ ഡു ഇറ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഞാൻ എന്തിനത് ചെയ്യണം? വെൻ ഷുഡ് ഐ ഡു ഇറ്റ്? എപ്പോൾ ഞാനത് ചെയ്യണം? വേർ ഷുഡ് ഐ ഡു ഇറ്റ്? എവിടെ വെച്ച് ആ കാര്യം ചെയ്യണം? ഹു ആം ഐ ടു ഡു ഇറ്റ്? ആ കാര്യം ചെയ്യാൻ ഞാൻ ആരാണ്? ഫോർ ഹും ഷുഡ് ഐ ഡു ഇറ്റ്? ആർക്ക് വേണ്ടി അത് ചെയ്യുന്നത്? ഹൗ ഷുഡ് ഐ ഡു ഇറ്റ്? എങ്ങനെ ചെയ്യണം? നിർബന്ധമായും ആദ്യം പറഞ്ഞ 5 പോയിന്റ് തിങ്കിങ്, സ്റ്റാർട്ടിംഗ്, ഡൂയിങ്, എൻഡിങ്, ഇവാലുവേറ്റിംഗ്. തിങ്കിങ്, സ്റ്റാർട്ടിംഗ്, ഡൂയിങ്, കംപ്ലീറ്റിംഗ് എന്നാക്കാം, അല്ലെങ്കിൽ എൻഡിങ് അല്ലെങ്കിൽ കംപ്ലീറ്റിംഗ്, ഇവാലുവേറ്റ് ചെയ്യാതിരിക്കരുത്. ഇപ്പുറത്ത് വൈ, വാട്ട്, വെൻ, വെയർ, ഹൂ, ഹും, ഹൗ. 7 ചോദ്യങ്ങൾ. ഇതെന്നും നമ്മളുടെ മനസ്സിലുണ്ടാവട്ടെ. പ്രണാമം, നമസ്കാരം.